ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സലിൽ നിർമ്മിച്ച ഒരു കാലണ്ടറിനെ കുറിച്ച്. ഇതൊരു മാജിക് കലണ്ടറാണ്. ഈ കലണ്ടറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് 1900 മുതൽ 2078 വരെയുള്ള കലണ്ടർ ഈ എക്സൽ ഫയലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇനേബിൾ ദിസ് കണ്ടന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് വർഷത്തെ കലണ്ടർ വേണം എന്നുള്ളത് ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ 2017 കലണ്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2017 ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതുമാണ് 2017. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും കാലണ്ടർ ഫോർ 2017. ഓക്കെ, ഈ പ്രിന്റ് കലണ്ടർ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2017 കലണ്ടർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ലുക്ക്, കാലണ്ടർ ഫോർ 2017. ഓക്കെ, നമുക്കിതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഒരു വർഷത്തെ മൊത്തം കലണ്ടർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹോം ബട്ടണിൽ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിന്റ് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ജാനുവരിയിലെ കലണ്ടറാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാനുവരി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജാനുവരിയിലെ മാത്രം കലണ്ടർ ലഭിക്കുന്നതായിരിക്കും. ഇതും നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിന്റ് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് മാസത്തെ വേണമെങ്കിലും സ്പെസിഫൈഡ് ഉള്ള മാസം നമുക്ക് പ്രിന്റ് ഔട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിസംബർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ പ്രിന്റ് ഔട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ഈ മാജിക് കലണ്ടർ ഡൗൺലോഡ് ചെയ്യുന്നതിനായി യൂട്യൂബിന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ കലണ്ടർ ഡൗൺലോഡ് ചെയ്യാനായി യൂട്യൂബ് വീഡിയോന് താഴെ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്ന ഈ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സൽ ഫയൽ ഡൗൺലോഡ് ആവുന്നത്. അതിനുശേഷം ഈ വീഡിയോ കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായി ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ഫേസ്ബുക്ക് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. കൂടുതൽ അറിവുകൾ ലഭിക്കാനായി എക്സൽ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഈ ബെൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് മീ ഓൾ നോട്ടിഫിക്കേഷൻ ഫോർ ദിസ് ചാനൽ എന്നതിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.